മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വഖഫ് ബോർഡിന്റെ നേതാവ് മെമ്പറെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥാനം പോയതിന്റെ ചൊറിച്ചില. നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കൂ. ഭരിക്കുന്ന സർക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതും ഒരു വിശേഷമാണ്. ഈ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഒത്തുകളിയാണ്. അന്യായക്കാരനും സർക്കാരും ഒത്തുകൂടിയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങളെ എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയോ അതൊക്കെ BJPയുടെ ഒരു അജണ്ടയാണല്ലോ. ആ അജണ്ടയാണ്. ആ അജണ്ടക്ക് സഹായമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരള സർക്കാരാണ് എന്നുള്ളത് അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ? വഖഫ് ബോർഡിന്റെ ബോർഡ് മെമ്പറാ. സ്ഥാനം പോയപ്പോഴേക്ക് ഇരവാചകമായിട്ട് ഉളുപ്പില്ലാതെ പറയാ, ഓ BJP മുസ്ലിങ്ങൾക്കെതിരെ നാടല്ലേ. ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ പുച്ഛിച്ച് തള്ളുന്ന ഒരു കാലത്തേക്ക് ഇപ്പോ കേരളം എത്തിയില്ലേ? എന്നിട്ട് സ്വന്തം സ്ഥാനം പോയേക്കോ മുസ്ലിങ്ങളെ BJP എന്തോ ആക്രമിക്കോ എന്നൊക്കെ പറയാൻ നാണമില്ലേ? മാത്രമല്ല കേരള സർക്കാർ അതിന് കൂട്ടുനിന്നത് ഏത് മുസ്ലിം ലീഗ് മന്ത്രിയൊക്കെ കൂട്ടുനിന്നാണ് ഇപ്പോ വിളിച്ചെടുത്ത് സ്വന്തം സ്ഥാനം പോയപ്പോഴേക്ക് ചൊറിച്ചില, വലിയ ചൊറിച്ചിലേ. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതിയാ മരവിപ്പിച്ചത്. കാരണം എന്താണെന്നറിയോ? വളരെ ലളിതാണ്. രാജ്യത്തൊരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡില് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം. രണ്ടുപേരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഉൾപ്പെടുത്താത്ത കമ്മിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട മെമ്പറാ സ്ഥാനമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്, മരവിപ്പിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിം ലീഗിന്റെ മന്ത്രി കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കൂ. നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലോ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് നിയമം ഞങ്ങൾ നടപ്പിലാക്കിക്കോളാം എന്ന് തന്നെയാണ് കേരള സർക്കാർ ഉയർത്തിപ്പിടിച്ചത്. രാജ്യത്ത് പാസ്സായിട്ടുള്ളൊരു നിയമമാണ്. രാജ്യത്തെ നിയമം നടപ്പിലാക്കണമെന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. ഈ സമസ്ത നേതാവിന്റെയൊക്കെ കുത്തിത്തിരിപ്പ് നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം സ്ഥാനം അങ്ങ് വീണു പോയപ്പോ കുറഞ്ഞു തുള്ളുക മുസ്ലിങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? വളരെ ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം. എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയതിനെ സകല ആളുകളും പോയിട്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടും അതിന് അനുകൂലമായിട്ടൊരു ഉത്തരം കൊടുക്കാതിരുന്നത് മുസ്ലിം ലീഗ്. ഇവിടെ സകല ആളുകളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ലേ? വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെതിരെ രംഗത്ത് വന്ന സകലരും പരമാവധി സുപ്രീം കോടതിയിൽ പോയിട്ടും എന്തുകൊണ്ട് ഇതര ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തും എന്നുള്ളതിലേക്ക് സുപ്രീം കോടതി എത്തിയത് വളരെ ലളിത. ഈ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തത് മുസ്ലിങ്ങളുടെ സ്വത്തിൽ മാത്രമല്ല, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതല്ല, സ്വത്തുവകകൾ സംരക്ഷിക്കുന്ന ബോർഡാണ്. ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നി, എന്തെങ്കിലും ഒരു സ്ഥലം അതിനി ആരുടേതായിക്കൊള്ളട്ടെ, അത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് വഖഫ് അങ്ങ് കൈവശപ്പെടുത്തും. പിന്നെ ഇത് വഖഫിൻ്റെതല്ല എന്നൊക്കെ ഉത്തരവാദിത്വം, അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? ആ യഥാർത്ഥത്തിലുള്ള ഉടമക്ക്. അതും എവിടേക്ക് പോകണം? വഖഫിനെ തന്നെ സമീപിക്കണം. അപ്പൊ ഈ വഖഫ് ബോർഡ് ഉയർത്തിപ്പിടിക്കുമ്പോഴേക്ക് ഇവിടെ ഒരു സ്ഥിരം ഏർപ്പാടാ ദേവസ്വം ബോർഡോ എന്ന്. സ്ഥിരം ഏർപ്പാടാ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ ദേവസ്വം. ഈ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ഒരു സംഭവമല്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആരാധന, ഇതൊക്കെയാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ദേവസ്വം ബോർഡിന് തങ്ങളുടേതാണ് ഇത്ര ഒരു 400 ഏക്കർ അല്ലെങ്കിൽ 100 ഏക്കർ അല്ലെങ്കിൽ ഒരു 10 സെന്റ് തങ്ങളുടേതാണ് എന്നൊരു പ്രശ്നം അവകാശപ്പെട്ടാൽ അത് ഞാനും നിങ്ങളും ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ കോടതിയെ സമീപിക്കേണ്ടത് അതേ രീതിയിൽ ദേവസ്വം ബോർഡ് കോടതിയെ സമീപിച്ചാൽ മാത്രമേ ഇതിനൊരു ഉത്തരത്തിലേക്ക് എത്തൂ. അതേസമയം വഖഫ് ബോർഡ് എങ്ങനെയാ? തങ്ങളുടേതാണെന്ന് തോന്നിയാൽ സ്പോട്ടിൽ കൈവശപ്പെടുത്തല്ലേ, ഞങ്ങളുടെ. പിന്നെ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥ ഉടമ പിന്നെ വഖഫ് ബോർഡിൽ കയറിറങ്ങണം. അതായത് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഒരു മതത്തിൻ്റെത് മാത്രമല്ല, കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്.
അതുകൊണ്ടാണ് അവിടേക്ക് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇപ്പോ കയറുന്നതിൽ സുപ്രീം കോടതി പോലും ശരിവെച്ചത്. ഇത് വിവേകത്തോടുകൂടി മലയാളികൾ മനസ്സിലാക്കി ഈ പ്രശ്നം തന്നെ. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി നിയമമൊക്കെ നടപ്പിലായി കഴിഞ്ഞു. ഒരു നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് BJP ഉയർത്തിപ്പിടിച്ച് കോടതിയെ സമീപിച്ചത്. ഇപ്പൊ ഇത് തുടക്കത്തിലാ. ഈ സംസ്ഥ നേതാവൊക്കെ ഇപ്പൊ ഈ തുടക്കത്തിലാ. ബില്ല് കൊണ്ടുവന്ന അതേ സമയത്ത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇത് നിയമമായി കഴിഞ്ഞു. ഹൈക്കോടതി ഇത് മരവിപ്പിച്ചതിന് രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ട് കേരളത്തിലെ വഖഫ് ബോർഡ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. ഇനി അതിനനുസരിച്ച് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്തോളാമെന്ന് കേരള സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോയാ BJP ഇതെന്തോ ഇനി അധികകാലം മുന്നോട്ട് പോലെ മുസ്ലിങ്ങൾക്കെതിരെയാണോ BJP എന്നൊക്കെ എന്തിനാണ് സമസ്ത നേതാവൊക്കെ വർഗീയത ഇവിടെ പച്ചക്ക് വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്നത്? സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമുണ്ടാവുന്ന ചൊറിച്ചിലാണോ? ലളിതമായ ചോദ്യം. ഇവിടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് സുപ്രീം കോടതി പോലും ശരിവെച്ച ഒരു നിയമത്തിനെതിരെ ഇവിടെ ഉറഞ്ഞു തുള്ളുക, തോന്നിയത് വിളിച്ചു പറയാ. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയ. എന്ത് വന്നാലും ഇന്ന മതത്തിനെതിരെയാണോ എന്നൊക്കെ പറയാൻ ഇത്തരം ആളുകൾക്ക് നാണല്ലേ? മുസ്ലിം ലീഗ് പോലും കൃത്യമായിട്ട് നിയമത്തെ പഠിച്ച് നിയമത്തിന് അനുകൂലമായിട്ട് നിലപാടെടുത്ത് അങ്ങനെ BJP മുസ്ലിം ലീഗ് ഒക്കെ ഒരുമിച്ച് എന്നൊക്കെ ഇവര് വിളിച്ചു പറയുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിയാണോ ഇനി പണിയെടുക്കുന്നത്? ഇടതുപക്ഷത്തിന് വേണ്ടിയാണോ ഈ സംസ്ഥ നേതാവ് നിരന്തരം രംഗത്തിറങ്ങാറുള്ളത്? ആ ചോദ്യത്തിലുണ്ട് സകല ഉത്തരവ്. അകലം മലയാളികളും തിരിച്ചറിയാ. ഇത് നിയമമൊക്കെ ആയിട്ട് ഈ പ്രശ്നം തന്നെ തീർന്നതാ. എന്നിട്ട് നമ്മുടെ കേരളത്തില് ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് BJP നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ട് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ നിലവിലെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്തണം, അത് അംഗീകരിച്ചുകൊണ്ടാണ് മരവിപ്പിച്ചത്. അത് കേരള സർക്കാർ പോലും മുസ്ലിം ലീഗിന്റെ കേരള സർക്കാർ പോലും അംഗീകരിച്ച്. ഇനി എന്ത് ചെയ്യും? മതത്തിനെതിരാണോ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് മതത്തിനെതിരെ നിൽക്കുമോ? ഈ വളരെ ലളിതമായ ചോദ്യമല്ലേ? അപ്പോ ഈ പറയുന്ന സമസ്ത നേതാവ് മതത്തിനെതിരെ BJP, ഇവിടെ മതത്തിനെതിരെ BJP എന്നൊക്കെ പറയാൻ ഇയാൾക്ക് നാണല്ലേ? ഇയാളൊക്കെ ഇവിടെ സകല ആരാധനയുമായിട്ടല്ല ഈ രാജ്യത്ത് ജീവിച്ച് മുന്നോട്ട് വന്ന് ഈ രാജ്യത്ത് BJPക്കെതിരെ തോന്നുന്നത് വിളിച്ചു പറയാൻ സാധിക്കുന്നില്ല ഇയാൾക്ക്. ഇതല്ലേ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അപ്പുറം ഒരു പാർട്ടിയെ ഒരു മതത്തിനെതിരെ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ നെറികേടാണ് ഇയാൾ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സകലരും തിരിച്ചറിയാ ഈ രാജ്യത്താണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സ്വാതന്ത്ര്യവും സുരക്ഷകൾ തന്നെ ഉള്ളത്. അത് കൃത്യമായിട്ട് ഇപ്പൊ തിരിച്ചറിയാനും സാധിക്കും. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. എപ്പോഴാ അലാം അടിക്കുക ഇത് വിസയിൽ വരുന്നതിന്? ഇറാൻ ആക്രമണം നടത്തിയിട്ട്. അപ്പൊ ലോകത്ത് തന്നെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിച്ച് സുരക്ഷയിൽ ജീവിച്ച് മുന്നോട്ട് വന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ്. ആ ഭാരതീയ ജനതാ പാർട്ടി മുസ്ലിങ്ങൾക്കെതിരോ എന്ന് പറഞ്ഞാൽ ഇനി അധിക കാലൊന്നും മുസ്ലിങ്ങൾ തന്നെ വിശ്വസിക്കൂല. ഇത്തരം ആളുകൾ സ്ഥാനം പോയപ്പോ ഉറഞ്ഞു തുള്ളുക, സ്വന്തം സ്ഥാനം പോയപ്പോ ചൊറിച്ചിലാ, ഇരവാദോ തിരിയുന്നോ എന്ന് ഉളുപ്പില്. എന്തേ സുപ്രീം കോടതിയിലേക്ക് ഓടാത്തത്? സുപ്രീം കോടതി പോലും അംഗീകരിച്ചതിനെതിരെ കുറഞ്ഞു തുള്ളയിപ്പോ സമസ്ത നേതാവൊക്കെ. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയും. ഇത്തരം ഇരവാദത്തേക്ക് പൂച്ചിച്ച് തള്ളുക.